ചെമ്പനി പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് രേവതിയുടെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് മീഡിയക്കാർ വരികയാണ്. അവിടെ വെച്ചിട്ട് രേവതി ചെയ്ത കാര്യം ഭയങ്കരമായിട്ട് അഭിമാനത്തോട് കൂടിയിട്ട് നമ്മുടെ സച്ചി എല്ലാവരുടെ മുമ്പിൽ പറയാണ്. വർഷയാണ് രക്ഷിച്ചതെങ്കിൽ പോലും രേവതി ചെയ്ത പ്രവൃത്തിയെ ഭയങ്കരമായിട്ട് നമ്മുടെ സച്ചി അഭിനന്ദിക്കുന്നതായിട്ടുള്ള രംഗം വരെയായിരുന്നു നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ പിൻ കമന്റ് ആയിട്ടും ഐക്കാട്ടിലും കൊടുത്തേക്കാം കേട്ടോ. ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ രേവതിയുടെ കാര്യം അറിഞ്ഞിട്ട് ഭാമ നേരെ വീട്ടിലേക്ക് ഓടി വരുന്നുണ്ട് കേട്ടോ. ഭാമയുടെ വരുത്ത് കണ്ടിട്ട് നീ എന്താ ഓടി പഠിച്ചു വരുന്നെന്നുള്ള കാര്യം ചോദിക്കുകയാണേ. ഉള്ള എല്ലാവരും നിന്റെ മരുമകളെ കുറിച്ചിട്ടാണ് ഇപ്പൊ സംസാരിക്കുന്നത്. അവള് അത്രയും വലിയ കാര്യം ചെയ്തെന്നുള്ള കാര്യം പറയുന്ന സമയത്ത് ആണോ, അങ്ങനെ എന്താണ് ശ്രുതി ചെയ്തത്? നടക്കാത്ത ആരെങ്കിലും മസാജ് ചെയ്തിട്ട് അവൾ നടത്തിച്ചോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അങ്ങനെ ശരിയാക്കാൻ വേണ്ടിയിട്ട് അവളെന്താ ദൈവമാണോ? തൊട്ടതെല്ലാം റെഡിയാവാൻ വേണ്ടിയിട്ട് ഞാൻ രേവതിയെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഓഹോ, അവളെന്താ വലിയ പൂ കെട്ടിയോ? ലോകത്ത് ഇതുവരെ ആരും കെട്ടാത്ത അത്രയും വലിയ പൂവ്? അതൊന്നുമല്ല, അവള് ചെയ്ത കാര്യം ഇപ്പോ ഇന്റർനെറ്റില് വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ന്യൂസ് ചാനലിലും വന്ന് കാണും. നീ എന്തൊക്കെയാ പറയുന്നത്? അവള് ഇതിന് മാത്രം എന്ത് ചെയ്തു എന്നാ പറയുന്നത്? നീ തന്നെ കാണുമെന്ന് പറഞ്ഞിട്ട് മൊബൈലിനകത്ത് അത് കാണിക്കുകയാണ് കേട്ടോ. ആദ്യം ഇന്റർവ്യൂ എടുക്കുന്നതാണ് കാണിക്കുന്നത്. ഇവളെന്തിനാ ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുന്നത്? നീ തന്നെ കണ്ടു നോക്കുക എന്ന് പറയണേ. നീ അതിനകത്ത് അവളുടെ കൂടെ നിൽക്കുന്നത് ആരാന്നുള്ള കാര്യം കണ്ടോന്ന് ചോദിക്കുമ്പോ അത് ശ്രീകാന്തിന്റെ ഭാര്യയല്ലേ? അതെ, അവള് തന്നെ. അവളെ മുഖത്ത് ആരോ ആസിഡ് ഒഴിക്കാൻ വേണ്ടി വന്നതാണ്. അതേസമയം രേവതി അവിടെ ചെന്നിട്ട് അവന്റെ മുഖത്ത് കല്ലെറിഞ്ഞിട്ട് അവളെ രക്ഷിച്ചു. അയ്യോ, ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെയുള്ള കാര്യം ചോദിക്കുമ്പോ അതാണ് പറഞ്ഞത്, ആ കുട്ടിക്ക് ഒന്നും പറ്റിയില്ല, അയാളുടെ തലയാണ് പൊട്ടിയത്. ഭാഗ്യം രേവതി ആ സമയത്ത് ചെന്നിട്ട് കറക്റ്റ് രക്ഷിച്ചു. അയ്യോ, ആരാണ് ദുഷ്ടൻ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ എനിക്കിങ്ങനെ ഞാനെന്താ പോലീസുകാരോ മറ്റോ ആണോ വിചാരണയൊക്കെ ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ട് രേവതി കല്ലെറിഞ്ഞപ്പം തന്നെ അവൻ ഓടിപ്പോയി. ഇപ്പോ രേവതി ആ സമയത്ത് അവിടെ ചെന്നിട്ടില്ലായിരുന്നെങ്കിൽ ശ്രീകാന്തിന്റെ ഭാര്യയുടെ കാര്യം എന്താവും എന്നുള്ള കാര്യം പറയാൻ പറ്റില്ല. എന്തായാലും ആ പെൺകുട്ടിക്കൊന്നും സംഭവിച്ചില്ലല്ലോ, അതൊരു സമാധാനം തന്നെയാണ്. എന്നാലും രേവതി എന്തിനായിരിക്കും അവിടേക്ക് പോയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇപ്പൊ അതാണോ പ്രധാനപ്പെട്ട കാര്യം? ഇതാണ് നല്ല സന്ദർഭം ശ്രീകാന്തിനെയും വർഷയും തിരിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഉണ്ട്, തനിയെ നിൽക്കുന്നത് സേഫ് അല്ല എന്ന് പറഞ്ഞിട്ട് നീ അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. നീ അവരെ കൂട്ടിക്കൊണ്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവളുടെ അച്ഛനും അമ്മയും വന്നിട്ട് അവരെ കൂട്ടിയിട്ട് അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ടാണ് പറയുന്നത്, നീ ശ്രീകാന്തിനെ വിളിച്ചിട്ട് സംസാരിച്ച് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേ. അവരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ നീയും കേട്ടതല്ലേ അന്ന് രവിയേട്ടൻ പറഞ്ഞത് എന്താന്ന്? അവരിപ്പോഴും ദേഷ്യത്തിലാണുള്ളത്. ഇനിയിപ്പോ അവർ സമ്മതിച്ചു കഴിഞ്ഞാലും ഈ സച്ചി സമ്മതിക്കില്ലല്ലോ. ചന്ദ്രേ, അന്ന് വർഷയുടെ അച്ഛനും അമ്മയും അവളെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാല് ഇവരെ സ്വീകരിക്കുക എന്നുള്ള കാര്യം രവിയേട്ടൻ അന്ന് പറഞ്ഞതല്ലേ. ഇപ്പൊ അതിന് പറ്റിയൊരു അവസരമാണ്. നീ രേവതിയുടെ തലയില് എല്ലാം കൂടി ഇട്ടോ, എന്നിട്ട് അവളല്ലേ രക്ഷിച്ചത്, അതൊരു കാരണമായിട്ട് പറ. ഇപ്പൊ കണ്ടില്ലേ, സച്ചി വരെ ഈ ഇന്റർവ്യൂവിനകത്ത് അവളെ കുറിച്ചിട്ട് ഭയങ്കര അഭിമാനത്തോടു കൂടി പറഞ്ഞത്. അത് ശരിയാണ്, അവനിപ്പം അവളെ തലയിലേറ്റി നടക്കുന്നത് ഇപ്പൊ ഒരു ശീലമായി തുടങ്ങി. അതൊക്കെ നീ വിട്ടേക്ക്. രേവതി എന്തായാലും നിനക്കൊരു റൂട്ട് തെളിച്ച് തന്നിട്ടുണ്ട്. അത് നീ കറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ശ്രീകാന്തിനും വർഷയും ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള വഴി നോക്ക്. രേവതി വർഷയ്ക്ക് പ്രിയപ്പെട്ടവളാണ്. അവളുടെ ജീവൻ വരെ രക്ഷിച്ചു. ഇപ്പൊ രേവതിയും വർഷയും ഒന്നിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നിനക്ക് പണിയാകും. ആ വലിയ വീട്ടിലെ പെണ്ണും ഈ പൂക്കെട്ടുകളും കൂടി ഒന്നിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു വില ഉണ്ടാവില്ലല്ലോ. അതാണ് പറഞ്ഞത്, നീ ശ്രീകാന്തിനെ പോയി കണ്ട് സംസാരിക്കേ. ഓക്കെ ശരി, നമുക്ക് രണ്ടുപേർക്കും കൂടി പോയി കാണാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും പോവാൻ വേണ്ടി ഇറങ്ങുകയാണെ. തുടർന്ന് കാണിക്കുന്ന വർഷയാണ്. വർഷയ്ക്കരികിലേക്ക് ശ്രീകാന്ത് വന്നിട്ട് വർഷ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും വർഷ ആകെ ഞെട്ടാണ് കേട്ടോ. നീ ഇപ്പോഴും ഇതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് എന്ത് സൗണ്ട് കേട്ടാലും എനിക്കെന്ത് പേടി പോലെ തോന്നുന്നത്. എന്തായാലും നീ ഇത് കുടിക്കുക എന്ന് പറയുന്നുണ്ട്. വെള്ളം കൊടുത്തിട്ട് വേണ്ട എന്ന് പറയുന്ന വർഷയുടെ അടുത്ത് പറയുന്നത് കേക്ക്, കുടിക്കുക എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കുടിപ്പിക്കുകയാണ്. അങ്ങനെ കുറച്ച് കുടിച്ചതിന് ശേഷം ശരി, എനിക്ക് ഭയങ്കരമായിട്ട് തലവേദനയ്ക്കുന്നുണ്ട്, ഞാൻ കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ, കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോവാണ് കേട്ടോ വർഷ. അപ്പോഴേക്കും ഭാമയും അതുപോലെ ചന്ദ്രമതിയും കൂടി ശ്രീകാന്ത് താമസിക്കുന്ന ഇടത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. എടാ എന്താടാ, എന്റെ മരുമകളുടെ മേല് ആരാടാ ആസിഡ് ഒഴിക്കാൻ വേണ്ടി പോയത്? അതെ അമ്മേ, ഒരു പെറുക്കി അവനാണ് എറിയാൻ വേണ്ടി ശ്രമിച്ചതെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ശരി, അവൾക്ക് ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല അമ്മേ, ഒരു കുഴപ്പമില്ല. അമ്മ എങ്ങനെ ഈ കാര്യം അറിഞ്ഞത്? ഇത് കേൾക്കുമ്പോൾ ഭാമ പറയുന്നുണ്ട്, അത് രേവതി അവളെ രക്ഷിച്ച കാര്യം എല്ലാവർക്കും അറിയാലോ. ഇപ്പോ ഇന്റർനെറ്റില് അതല്ലേ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. ശരിയാണ് അമ്മേ, ഞാനും കണ്ടു. അമ്മ ഇരിക്കി, ആന്റി ഇരിക്കി. അങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ്. ഇതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളടുത്ത് രണ്ടുപേരെടുത്തും വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട്.
ശരിയാണ്, അമ്മ ഒരു തവണ വിളിച്ചു, പക്ഷെ പിന്നീട് അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ലല്ലോ. എടാ, ഞാൻ നിനക്ക് വേണ്ടിയിട്ടാണ് വീട്ടിൽ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിന്നെ കൂട്ടിക്കൊണ്ട് വന്നിട്ടേ ഞാൻ ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഭക്ഷണം കഴിക്കാണ്ട് ഞാൻ നിന്നു. ഇത് കേൾക്കുമ്പോൾ ബാമയും പറയുന്നുണ്ട്, അതെ ശ്രീകാന്ത്, നിന്റെ അമ്മ നിനക്ക് വേണ്ടിയിട്ടാണ് വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും വീട്ടിലെ ഇളയ പയ്യനല്ലേ നീ, നിന്റെ മേലാണല്ലോ എല്ലാവർക്കും ഇഷ്ടം കൂടുതൽ. നിന്റെ അച്ഛന് ഇപ്പോഴാണോ ഒന്ന് മയപ്പെട്ട് വന്നത്. എന്തായാലും ഉടനെ തന്നെ നമുക്ക് വീട്ടിലേക്ക് പോകാം. എന്റെ മരുമകൾ എവിടെ? അങ്ങനെ ശ്രീകാന്ത് ആണെങ്കിൽ വർഷേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വർഷ കരുതുള്ളി താഴേക്ക് ഇറങ്ങി വന്നിട്ട്, ഇപ്പോഴല്ലേ ശ്രീകാന്ത് ഞാൻ പറഞ്ഞത് എനിക്ക് തലവേദനിക്കുന്നു എന്നുള്ള കാര്യം, പിന്നെ എന്തിനാടാ വിളിക്കുന്നത്? ഇത് കേൾക്കുമ്പോൾ ബാമയും അതുപോലെ തന്നെ ചന്ദ്രയും ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, ദേ അമ്മ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പോഴാട്ട് വർഷ അവരെ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ മെല്ലെ അവരുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാമ പറയുന്നത്, ചന്ദ്ര നീ എണീറ്റ് നിൽക്ക്, നിന്റെ അനുഗ്രഹം മേടിക്കാനായിരിക്കും വരുന്നുണ്ടാവുക, എണീക്കെന്ന് പറയാണ്. അങ്ങനെ ചന്ദ്ര അനുഗ്രഹം മേടിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ വരുന്നത് എന്നുള്ള രീതിയിൽ എണീറ്റൊക്കെ നിൽക്കുന്നുണ്ടേ. ഹായ് ആൻറ്റി, ആൻറ്റി ഇരിക്കുക എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് ശ്രീകാന്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ശ്രീകാന്ത് ഇത് അവർ വന്നത് കണ്ടില്ലേ, പോയിട്ട് ചായ ഇട്ടിട്ട് വാ. ഇതാ ഞാൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് പോവാണേ. അപ്പോഴേക്കും വർഷയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. വർഷ ആ ഫോൺ എടുത്ത് കാലൊക്കെ കയറ്റി വെച്ചിട്ട് അവിടെ ഇരിക്കുകയാണേ. നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞതല്ലേ എന്നെ ഇപ്പൊ വിളിക്കണ്ട എന്നുള്ള കാര്യം. ഞാൻ ഒരു അപ്സെറ്റിലാണ് ഉള്ളത്. ഇപ്പൊ ഡബിങ് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റിയ മൂഡിലല്ല സർ, പ്ലീസ് പറഞ്ഞ മനസ്സിലാക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ എനിക്ക് സംസാരിക്കാൻ പറ്റിയ മൂഡല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണേ. അങ്ങനെ വർഷ സംസാരിക്കുന്നത് ചന്ദ്രമതിയും ബാമയും ഇങ്ങനെ മാറി മാറി നോക്കുന്നുണ്ട് കേട്ടോ. അവൾ ഇരിക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ. സർ, ഞാൻ പറയുന്നേ കേട്ടില്ലേ, എത്ര പ്രാവശ്യം പറയണം ഇഡിയറ്റ്, വെക്ക് ഫോൺ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണേ. അപ്പോഴേക്കും ചന്ദ്രയ്ക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. തുടർന്ന് വർഷ പറയുന്നുണ്ട്, അല്ല ആന്റി സുഖമായിട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ആ അതെ, മോളുടെ മേല് ആരോ ആസിഡ് ഒഴിക്കാൻ വേണ്ടി വന്നില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ആ വന്നിട്ടുണ്ട്, അവനൊരു ജോക്കറാണ്, ദാറ്റ് ടൈം ഐ വാസ് എഫ്രൈഡ്. ഇത് കേൾക്കുമ്പോൾ എന്ന് ചോദിക്കുകയാണ് ചന്ദ്ര. അല്ല, എനിക്കപ്പോൾ പേടിയായിരുന്നു എന്ന്, പക്ഷെ ഇപ്പൊ ഐ എം ഓൾ റൈറ്റ്. തുടർന്ന് ബാമ ചോദിക്കുന്നുണ്ട്, മോള് എന്തോ ഡബിങ് എന്തോ ചെയ്യാന്നല്ലേ പറഞ്ഞത്, അതല്ലേ മോളുടെ ജോലി? അതെ ആന്റി. ഇന്നെന്താ ജോലി ഇല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ഉണ്ട് ആന്റി, രാത്രി 10 മണിക്ക് പോകണം. രാത്രി 10 മണിക്ക് പോകണമെന്നോ? അതെ ആന്റി, ഇന്ന് ഷൂട്ടിംഗ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് വരും. അപ്പൊ നാളെ അത് കൊടുക്കേണ്ടത് കൊണ്ട് ഇന്ന് രാത്രി തന്നെ ചെയ്ത് തീർക്കണം. തുടർന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട്, അല്ല നൈറ്റിൽ പോയിട്ട് മോളെപ്പോഴാ തിരികെ വരിക? ചിലപ്പോൾ ഏർലി മോർണിംഗ് 2 o'clock ഒക്കെ ആവും. ഇതൊക്കെ കേൾക്കുമ്പോൾ ബാമ അതുപോലെ ചന്ദ്രയും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ശ്രീകാന്ത് ശ്രദ്ധിക്കുന്നുണ്ട്, വർഷ കാലിന്റെ മേലെ കയറ്റി വെച്ച് നിൽക്കുന്നത്. എന്നിട്ട് വർഷയുടെ അടുത്ത് കാല് താഴ്ത്താൻ വേണ്ടി ആക്ഷൻ കാണിക്കുമ്പോൾ വർഷയ്ക്ക് അത് മനസ്സിലാവുന്നില്ല. എന്താ ശ്രീകാന്ത് എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രയും ബാമയും ശ്രീകാന്തിനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. കാല് താഴ്ത്തിടാൻ വേണ്ടി പറയാണ്. ഏയ് എനിക്കിപ്പോ ഒന്നും വേണ്ട, ഞാൻ ഇപ്പോഴല്ലേ കുടിച്ചെന്നൊക്കെയാണ് വർഷ അതിന് മറുപടി കൊടുക്കുന്നത്, മനസ്സിലാവാഞ്ഞിട്ട്. തുടർന്ന് ചന്ദ്രമതി പറയുന്നുണ്ട്, മോളെ നിങ്ങൾ എന്തിനാ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്? നിങ്ങൾ വീട്ടിലേക്ക് വരണ്ടേ, അതല്ലേ നിങ്ങളുടെ വീട്. നിങ്ങൾ രണ്ടുപേരും ഞങ്ങളടുത്ത് പറയാതെ കല്യാണം കഴിച്ചു. എന്തായാലും നടന്നത് നടന്നു. ഇനിയെങ്കിലും നിങ്ങൾ വീട്ടിലേക്ക് രണ്ടുപേരും കൂടി വാ. അതിന്റെ ഇടയ്ക്ക് ശ്രീകാന്ത് വർഷയുടെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. ദയവ് ചെയ്ത് എനിക്ക് വേണ്ടിയിട്ട് അമ്മയുടെ മുമ്പിൽ കാലിന്റെ മേലെ കയറ്റിയിരിക്കരുതെന്നാണ് അയക്കുന്നത്. ആ മെസ്സേജ് വർഷ വായിക്കുകയാണ്. അതിനുശേഷം കാലിങ്ങനെ താഴ്ത്തി വെക്കുന്നുണ്ട്. അതൊക്കെ ചന്ദ്രമതി ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് വർഷ പറയുന്നുണ്ട്, അതല്ല ആന്റി, അത് എന്നൊക്കെ പറയുമ്പോൾ, എന്താ മോളെ മടിക്കുന്നത്? നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ രണ്ടുപേരും തനിയെ നിൽക്കുന്നത് ആലോചിക്കുമ്പോഴേ എനിക്ക് പേടിയാവുന്നുണ്ടെന്ന് ചന്ദ്ര പറയുമ്പോൾ ബാമ അതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന രീതി പറയാണ് കേട്ടോ. പട്ടാപ്പകലെ ഒരുത്തൻ ഇങ്ങനെ ചെയ്തു. നിങ്ങളാണെങ്കിൽ ഇത്രയും വലിയൊരു വീട്ടില് തനിയല്ലേ നിൽക്കുന്നത്. അതിനാന്റി ഒന്നും സംഭവിച്ചില്ലല്ലോ. രേവതി ചേച്ചി വന്നിട്ട് എന്നെ കറക്റ്റ് സമയത്ത് രക്ഷിച്ചില്ല. അവരോട് വേണം ഞാൻ നന്ദി പറയാൻ വേണ്ടി. അത് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. തുടർന്ന് വർഷ പറയുന്നുണ്ട്, എന്തായാലും ആന്റി വന്ന് വിളിച്ചതിന് താങ്ക്സ്. എങ്കിലും ശ്രീകാന്തിന്റെ ഏട്ടൻ സച്ചി അവിടെ ഇല്ലേ? അവരുള്ള വീട്ടിലേക്ക് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. റെസ്റ്റോറന്റിൽ വന്നിട്ട് തന്നെ അന്ന് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കി. ഇതുവരെ എന്റെ ജീവിതത്തിൽ എന്നോട് ആരും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. എനിക്ക് ഒരുപാട് ഇൻസൾട്ട് ആയി എന്നൊക്കെ പറയുമ്പോൾ, മോളെ നീ അവനെ കുറിച്ചിട്ടൊന്നും ചിന്തിക്കല്ലേ. അവനൊരു മുരടനാണ്. അവൻ ദേഷ്യക്കാരനാണെങ്കിലും മോൾ അവനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ ഞങ്ങളൊക്കെ ഇല്ലേ, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നീ വാ എന്ന് പറയുമ്പോൾ, സോ നൈസ് ആന്റി നിങ്ങളെന്ന് പറഞ്ഞിട്ട് വർഷ ചന്ദ്രയ്ക്ക് അരികിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് കൈ പിടിച്ചിട്ട്, എന്റെ അമ്മ പോലും എന്നെ വന്നിട്ട് ഇവിടെ വിളിച്ചില്ല, ആന്റിയാണ് എന്നെ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് വിളിച്ചത്. സോറി ആന്റി, എന്തായാലും ഇപ്പൊ ഞാൻ വരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നില്ല, പക്ഷെ ആന്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ചിന്തിക്കാം. അത് കേൾക്കുമ്പോൾ ശ്രീകാന്തിന് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെ വർഷയുടെ അമ്മയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അമ്മയെന്ന് പറഞ്ഞിട്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അമ്മേ, എനിക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല, അമ്മ തന്നെയാണോ ഇങ്ങോട്ട് വന്നത്? ദേ ശ്രീകാന്ത്, ഇതാ അമ്മ വന്നിരിക്കുന്നെന്ന് പറയുമ്പോൾ, വാ ആന്റി എന്ന് പറയാണ് കേട്ടോ ശ്രീകാന്ത്. ആ റോഷൻ ചെയ്ത പണി ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. മോളെ നിനക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഐ എം ഓൾ റൈറ്റ്. തുടർന്ന് ചന്ദ്ര വന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താ നിങ്ങൾ ഇങ്ങനെ?
മോള് കല്യാണം കഴിച്ച് പോയി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ എല്ലാം തീർന്നു എന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? അവള് പറയാതെ കല്യാണം കഴിച്ചു, ശരി തന്നെയാണ്. എന്തൊക്കെയാണെങ്കിലും അവള് നിങ്ങളുടെ മകള് തന്നെയല്ലേ? അവള് സുഖമായിട്ടാണോ ജീവിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ അന്വേഷിക്കേണ്ടതായിട്ടുള്ള കടമ നിങ്ങൾക്കില്ലേ? ഇപ്പൊ കണ്ടില്ലേ എന്താ നടന്നത് എന്നുള്ള കാര്യം. എന്തായാലും കുറച്ച് വൈകിയിരുന്നെങ്കിൽ ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു എന്താ സംഭവിക്കുക എന്ന്. തുടർന്ന് ഭാമ പറയുന്നുണ്ട്, കുട്ടികൾ തെറ്റ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മാതാപിതാക്കളല്ലേ ക്ഷമിക്കേണ്ടത്? അല്ലെങ്കിലും അവരതിനു മാത്രം എന്ത് തെറ്റാ ചെയ്തത്? രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടപ്പെട്ടു, അവര് കല്യാണം കഴിച്ചു. അതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യല്ലേ ചെയ്യേണ്ടിരുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ മകളുടെ മുകളിൽ സ്നേഹമുണ്ടോ ഇല്ലെന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷെ എനിക്ക് എന്റെ മകന്റെ കാര്യത്തില് ചിന്തയുണ്ട്. എനിക്ക് എന്റെ മകനെ തനിയെ കൂട്ടി പോകണോ എന്നുള്ള ചിന്തയൊന്നുമില്ല. അവന്റെ ആഗ്രഹം തന്നെയാണ് എന്റേതും. എന്തൊക്കെ ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളുടെ മകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ചിന്ത വേണ്ടേ? അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് കേട്ടോ. മഹിമ ഇത് കേട്ടിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ, അമ്മേ അവരിപ്പോഴല്ലേ ഇങ്ങോട്ട് വന്നത്, ആന്റി ഇരിക്ക്, ഞാൻ കോഫി എടുത്തിട്ട് വരാം. ഇത് കേൾക്കുമ്പോൾ ഭാമ ചന്ദ്രയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, അല്ല നിന്റെ മകൻ ഈ വീട്ടിലെ വേലക്കാരനായോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അപ്പോഴേക്കും ചന്ദ്ര, ശ്രീകാന്ത് വാ വന്ന് ഇരിക്കുക എന്ന് പറയുമ്പോൾ, അമ്മ എവിടെ ഇരിക്കുക, ഞാൻ ചായ എടുത്തിട്ട് വരാം എന്ന് പറയാണേ. അമ്മ അച്ഛന് ദേഷ്യം കുറഞ്ഞില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അച്ഛന് ദേഷ്യം കുറഞ്ഞിട്ടില്ല, പക്ഷെ നിന്നെ കാണണമെന്ന് അച്ഛനും ആഗ്രഹമുണ്ട്. നിന്നെ അങ്ങനെയല്ലേ വളർത്തിയത്, നീ അങ്ങനത്തെ കാര്യമാണോ ചെയ്തതെന്നുള്ള കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും കുഴപ്പമില്ല അമ്മേ, അമ്മ വന്നല്ലോ. ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ മുന്നേ വരായിരുന്നു എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുമ്പോൾ, സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല, ആൺകുട്ടികളെ പ്രസവിച്ച അമ്മമാരെക്കാളും അച്ഛനേക്കാളും കൂടുതൽ സ്നേഹവും കരുതലും ഒക്കെ ഉണ്ടാവുക പെൺകുട്ടികളുടെ അച്ഛനമ്മമാർക്കാണ്. ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികളുടെ അച്ഛനമ്മമാർ കൂടുതൽ കരുതലോട് കൂടി നിൽക്കണം, പേടിക്കണം. അത് പെൺകുട്ടികളെ ചിന്തിച്ചിട്ടല്ല, ആൺപിള്ളേരെ വളർത്തുന്ന അച്ഛനമ്മമാരെ കുറിച്ച് ഓർത്തിട്ട്. അതിന് മാത്രം എന്റെ മകനെ ഞാൻ എന്ത് ദോഷത്തിലാണ് വളർത്തിയത്? നിങ്ങൾ നാട് മുഴുവൻ നോക്കിക്കഴിഞ്ഞാലും നിങ്ങളുടെ മകൾക്ക് എന്റെ മകനെ പോലത്തെ ഒരാളെ കിട്ടില്ല. അതുകൊണ്ടാണ് എന്റെ മകനെ വിളിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ വന്നത്. നടക്കാനുള്ളതൊക്കെ നടന്നു. ഇനി ബാക്കി കാര്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഭാമ പറയുന്ന സമയത്ത്, എന്തായാലും ഇവർ രണ്ടുപേരും കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്നുള്ള കാര്യം പറയുമ്പോൾ, അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാന്നല്ലേ ആന്റി പറഞ്ഞത്? ഇതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കാൻ മാത്രം എന്താ ഉള്ളത്? അവര് ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം, അതല്ലേ അതിന്റെ മര്യാദ എന്നുള്ള കാര്യം വർഷയുടെ അമ്മയുടെ അടുത്ത് ചോദിക്കുമ്പോൾ, അതെ ഇവള് നിങ്ങളുടെ വീട്ടിലെ പെണ്ണായി മാറിക്കഴിഞ്ഞു, ഇനി ഇവളുടെ കാര്യം എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്താൽ മതി. ഇത് കേൾക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, സന്തോഷം. എങ്കിലും ശ്രീകാന്തിന്റെ അച്ഛന്റെ ദേഷ്യം ഇതുവരെ മാറിയിട്ടില്ല. ഞാനിപ്പോൾ സംസാരിച്ച് അവരെ കൊണ്ടുവരികയാണ് വഴിക്ക്. നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങളുടെ മകളെ ഞങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ തന്നെ കൊണ്ടുവിടുക എന്നുള്ള കാര്യം പറയുമ്പോൾ, അതിലെ പറഞ്ഞത് നിങ്ങളുടെ ഭർത്താവ് ദേഷ്യത്തിലാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അതെ, ദേഷ്യത്തിൽ തന്നെ ആയിരിക്കുമല്ലോ. നിങ്ങളുടെ ഭർത്താവല്ലേ എന്റെ ഹസ്ബൻഡിനെ അന്ന് പോലീസ് സ്റ്റേഷനിൽ കിടത്തിയത്. ഞാൻ എന്തെങ്കിലും അദ്ദേഹത്തിനടുത്ത് സംസാരിക്കാം. നിങ്ങളും നിങ്ങളുടെ ഹസ്ബൻഡും കൂടി ചേർന്നിട്ട് നിങ്ങളുടെ മകളെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവിട്, അതാണ് അവര് ആഗ്രഹിക്കുന്നത്. ശരിക്കും ശ്രീകാന്ത് ചായയായിട്ട് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാവർക്കും കൊടുക്കുവാണ്. അതിനുശേഷം വർഷയുടെ അമ്മ പറയുന്നുണ്ട്, ശരി ഞാന് സംസാരിക്കാം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല നിങ്ങളുടെ മരുമകൾ രേവതിക്കും കൂടി വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം പറയുമ്പോൾ, രേവതിക്ക് വേണ്ടിയിട്ടോ? അതെ, അവള് വന്ന് സംസാരിച്ചിരുന്നു എന്ന് പറയുമ്പോൾ, അവള് നിങ്ങളടുത്ത് വന്നോ? അതെ, അവൾ വന്നിരുന്നു. അവൾ സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഞങ്ങൾക്കും ശരിയാണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് വന്നത്. ഞാൻ കൊണ്ടുവന്ന് വിടാം. അതിനിടയ്ക്ക് വർഷ പറയുന്നുണ്ടേ, അമ്മേ ഞാൻ ഇവിടെ എന്നുള്ള കാര്യം പറയുമ്പോൾ, വേണ്ട, നീ നിന്റെ അമ്മായിമ്മയുടെ വീട്ടിലാണ് നിൽക്കേണ്ടത്, നിനക്ക് പ്രൊട്ടക്ഷൻ അത്യാവശ്യമാണ്. അപ്പോഴേക്ക് ശ്രീകാന്ത് പറയുന്നുണ്ട് കേട്ടോ, വർഷ പ്ലീസ് എന്ന്. ഓക്കെ ശരി, നിങ്ങളെല്ലാവരും പറയുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സമ്മതിക്കാം. കാണിക്കുന്നത് സച്ചി എല്ലാവരും കൂടെ നിൽക്കുകയാണ് കേട്ടോ. ഡ്രൈവേഴ്സ് എല്ലാവരും കൂടി ചേർന്ന് ആ സമയത്ത് രേവതി ചെയ്ത കാര്യത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ചെലവ് ചോദിക്കുകയാണ്. രേവതിയുടെ പേര് ഈ നാട് മുഴുവനും അറിഞ്ഞു, എന്നിട്ടും ചെലവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ സച്ചിയുടെ അടുത്ത് ചോദിക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി സച്ചിക്ക് അരികിലേക്ക് വന്നതാണല്ലോ, ഇത് ചോദിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ അവിടെ നിന്നൊക്കെ ഇവിടേക്ക് വന്നതെന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്കും രേവതി അങ്ങോട്ട് വരുന്നുണ്ട്. രേവതി വരുന്ന കാണുമ്പോൾ, നീ എന്തിനാ വീണ്ടും ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണേ. അല്ല, ഭക്ഷണം കഴിക്കാൻ വരുന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ നിങ്ങൾ ജോലി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് ഞാൻ ഭക്ഷണം എടുത്ത് ഇങ്ങോട്ട് വന്നത്. എന്താ സിസ്റ്ററെ ഭക്ഷണം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, സച്ചിയേട്ടന് ഇഷ്ടപ്പെട്ടതാണ്, മീൻകറിയും ഒക്കെ എടുത്തിട്ടുണ്ടെന്ന് പറയുകയാണേ. കേൾക്കുമ്പോഴേ ഭയങ്കരമായിട്ട് ഇങ്ങനെ വായിൽ കൊതി ഊറുന്നുണ്ട്. അല്ല സിസ്റ്ററെ, അവന് മാത്രമാണോ കൊണ്ടുവന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അല്ലല്ല എല്ലാവർക്കും കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ സച്ചിയേട്ടൻ കഴിക്കാൻ വരുമോ എന്നുള്ള കാര്യം അറിയില്ല എന്ന് പറയുമ്പോൾ, അതെന്താ സിസ്റ്റർ എന്ന് ചോദിക്കുകയാണേ. അല്ല, നിങ്ങളുടെ ഫ്രണ്ട് ഓരോ സമയത്ത് ഓരോരോ സ്വഭാവത്തിലാണല്ലോ ഉണ്ടാവുക. അന്ന് ഞാൻ ഭക്ഷണം കൊണ്ടുവന്ന സമയത്ത് ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിച്ചല്ലോ, അതെങ്ങനെ നിനക്കറിയുന്നത് എന്നുള്ള കാര്യം സച്ചി ചോദിച്ചിട്ട് നേരെ ഫ്രണ്ടിന്റെ മുഖത്തേക്ക് നോക്കണേ. ഞാനതൊന്നും പറഞ്ഞിട്ടില്ലടാ, ആരും പറയാതെ എനിക്കത് കണ്ടുപിടിക്കാൻ വേണ്ടി കഴിയും. നിങ്ങളുടെ ലൈഫിലെ CCTV ക്യാമറ ഞാനാണെന്ന് പറയാൻ കേട്ടോ രേവതി.
നിങ്ങൾ എപ്പോൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഞാനത് കണ്ടുപിടിക്കും. എന്നാ പറ, ഞാൻ എന്താ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം. നിങ്ങളിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നു എന്നാ അതല്ല, ഞാൻ പുറത്ത് വേറൊരിടത്തേക്ക് പോവുകയാണ്. എങ്ങോട്ടാ? ട്രിപ്പ് വല്ലതും ആണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ട്രിപ്പൊന്നും അല്ല പോകുന്നത്, വേറൊരു പ്രധാനപ്പെട്ട ഇടത്തേക്കാണ്, നീയും കൂടി വരണം. എങ്ങോട്ട് പോകാനാ? ഞാൻ എന്തിനാ വരുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതൊക്കെ പോകുമ്പോൾ നിനക്ക് മനസ്സിലാകും, വാ. അപ്പൊ ഭക്ഷണം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഭക്ഷണം രേവതിയുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും ട്രീറ്റ് ചോദിച്ചില്ലേ, ഇത് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് അവരുടെ കയ്യിൽ അത് കൊടുത്തിട്ട് രണ്ടുപേരും കൂടി പോവുകയാണേ. ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞ് വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ, എങ്ങോട്ടാ പോകുന്നത് എന്നുള്ള കാര്യം. നീ അന്ന് എന്നെ കൊണ്ടുപോകുന്ന സമയത്ത് എവിടേക്കെന്ന് പറഞ്ഞിട്ടാണോ കൊണ്ടുപോയത്? അതുകൊണ്ട് ഇത് നീ പോകുമ്പോൾ അറിഞ്ഞാൽ മാത്രം മതി. ഇപ്പൊ നീ സമാധാനമായിട്ട് മിണ്ടാതെ അവിടെ ഇരുന്നാൽ മതി. അപ്പൊ നിങ്ങൾ പറയില്ലല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല, പറയില്ല. എന്തായാലും എല്ലാം നിനക്ക് അറിയുന്ന സ്ഥലം തന്നെയാണ്, നീ മിണ്ടാതെ വാ. അങ്ങനെ കൊണ്ടുപോകുന്നത് രേവതിയുടെ അമ്മയും ഒക്കെ നിൽക്കുന്ന ആ ഒരു അമ്പലത്തിലേക്കാണ് കേട്ടോ. അവിടെയാണെങ്കിൽ അമ്മയും അതുപോലെ ദേവും ഒക്കെ ഉണ്ട്. അവരെ കാണുമ്പോഴേക്കും വേഗം ഓടി ചെല്ലുന്നുണ്ട് കേട്ടോ. അമ്മയും അതുപോലെ ദേവും കൂടി ചേർന്നിട്ട് അങ്ങനെ വിശേഷമൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ കാണാത്തതെന്ന് നോക്കി നിൽക്കായിരുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ ഞങ്ങൾ വരുന്നുള്ള കാര്യം അമ്മയ്ക്ക് ആദ്യം അറിയായിരുന്നു എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. എനിക്കറിയില്ലായിരുന്നല്ലോ, അമ്മയുടെ അടുത്ത് നിങ്ങൾ പറഞ്ഞിരുന്നോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ അടുത്ത് പറയേണ്ടിരുന്നത്? അതല്ലേ ഇപ്പൊ പറഞ്ഞത്. ഇപ്പൊ എന്തിനാ കൂട്ടിക്കൊണ്ടുവന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, നീ എന്തിനാടി സച്ചിയുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? വാടി എന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് കൂട്ടി കൊണ്ടുപോകുമ്പോൾ അമ്മ ആദ്യം കാര്യം പറ, എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, നീ അന്ന് വഴിപാട് എന്ന് പറഞ്ഞിട്ട് നിന്നെ തൂക്കിയെടുത്തിട്ട് അമ്പലം മൊത്തം എന്നെ ചുറ്റിക്കറിയിച്ചില്ലേ, അത് വഴിപാട് നേർന്നതല്ലേ? അതെ, അതുപോലൊരു വഴിപാട് ഞാൻ ഇവിടെ നേർന്നിട്ടുണ്ട്. നീ എന്നെ എടുത്തിട്ട് ഈ അമ്പലത്തിൽ 10 റൗണ്ട് ചുറ്റണം എന്നുള്ള കാര്യം പറയുകയാണേ. 10 റൗണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് രേവതി. അതെ, ഇവിടുന്നേ നീ എന്നെ എടുത്തോണ്ട് പോകണം. എനിക്കെന്താ സച്ചേട്ടനെ എടുത്തോണ്ട് പോകാൻ പറ്റില്ല എന്നാണോ വിചാരിച്ചിരിക്കുന്നത്? എനിക്ക് നിങ്ങളെ പോലെ ഭയമൊന്നുമില്ല, ഞാൻ നിങ്ങളെ എടുത്ത് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് സച്ചിക്ക് അരികിലേക്ക് പോകുന്ന രേവതിയും കാണിച്ചു. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന് രംഗം അവസാനിക്കുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ വേണ്ടി താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. താങ്ക്